ഇതിനെ പറ്റിയിട്ട് മുമ്പേ കേട്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ വന്ന് സബ്സിഡി ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടിരുന്നു. അനിയൻ പെരിന്തൽമണ്ണ ഉണ്ട്, അപ്പോൾ അവൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തു ആദ്യം. അപ്പോൾ അവൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പറഞ്ഞത് നല്ല ഇതാണ്, അവരൊക്കെ AC ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. മരത്തിന്റെ തട്ടിട്ട വീടായതുകൊണ്ട് ACയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കൺസംഷൻ മന്ത്ലി ഒരു 2000 റുപ്യോളം ബില്ല് വന്നിരുന്നു. അത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഈ സോളാർ എനർജിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. 10-20 ദിവസത്തിനുള്ളിലെല്ലാം നടന്നിട്ടുണ്ടായി. ഞങ്ങൾ ഓടിട്ട വീടായതുകൊണ്ട് ഇതിന്റെ ഇൻഡസ്ട്രിയൽ വർക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. വേഗം പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 3 കിലോവാട്ടാണ് വെച്ചിരുന്നത്. കിലോവാട്ട് 4 യൂണിറ്റ്, അങ്ങനെ 12 യൂണിറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് 12-12ന്റെ മുകളിലൊക്കെ ചിലപ്പോൾ കിട്ടും. നല്ല വെയിലുണ്ടെങ്കിൽ 12ന്റെ മുകളിലും കിട്ടാറുണ്ട്. കഴിഞ്ഞ ഇയറിൽ മെയ് മാസം വെച്ചത്, ഒരു കൊല്ലം കഴിഞ്ഞു. മറ്റേത് മന്ത്ലി 2000 വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ലാഭമുണ്ട്. പിന്നെ അത് വെച്ച് ഇതായതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ ഗ്യാസിനെ ഇപ്പോൾ ഗ്യാസ് കണ്ടമാനം വില കൂടിയല്ല. മന്ത്ലി വൺസ് ഗ്യാസ് മാറ്റിയിരുന്നത് ഇപ്പോൾ once in 3 months ഒക്കെ മാറ്റിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ലാഭം ഒക്കെ കൂട്ടുമ്പോൾ പിന്നെ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും നടത്തണം. അത് അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാലം, ഒരു 5-6 കൊല്ലം കൊണ്ട് നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുതലാവാൻ വിചാരിക്കും. പക്ഷേ എന്തായാലും ലാഭം തന്നെയാണ്. കാരണം KSEB മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ഇതും കൂടി കൂട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ തർക്കമില്ലാത്തൊരു പദ്ധതി തന്നെയാണ്. 3 റൂമിൽ AC ഉണ്ട്. കഴിഞ്ഞ സീസണിൽ നല്ല ചൂടായിരുന്നപ്പോൾ ഫുൾ AC ചില ദിവസമൊക്കെ യൂസ് ചെയ്യേണ്ടി, വളരെ വളരെ റെയറായിട്ട്. പിന്നെ ഞങ്ങളെ റിലേറ്റീവ്സ് എന്ന് ചിലരൊക്കെ വരുന്നു, അവരൊക്കെ നല്ല യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് വരുമ്പോൾ ചിലപ്പോൾ അവർ ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് വിചാരിച്ച് ലാവിഷായിട്ട് നമ്മൾ ലാപ്സ് ആക്കണമെന്നില്ല. കാരണം അനാവശ്യമായിട്ട് വെറുതെ രാവിലെയും പകലും ഒക്കെ AC ഇട്ടിട്ട് റൂമിലിരിക്കുക എന്നുള്ള അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. നാളത്തെ KSEB ഒന്നും പറയാൻ പറ്റില്ല, എപ്പോഴും റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുക്കിംഗ് ഗ്യാസിൻ്റെ രണ്ടും ഉണ്ട്. അത് രണ്ടും ശരിക്കും നോക്കുമ്പോൾ നമുക്ക് മന്ത്ലി ലാഭം തന്നെയാണ്. ഇപ്പോൾ കാലിക്കറ്റ് തന്നെ എൻ്റെ 2 ഫ്രണ്ട്സൊക്കെ ഞാനിത് വെച്ചു എന്ന് കേട്ടപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ചിലവരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പൊതുവേ ഹാപ്പിയാണ്.